ഹലോ ഗായ്സ്, ടെക് ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മോശി വ്ളോഗ്സിൻ്റെ ഒരു സെഗ്മെൻറ്റാണ് ടെക് ടോക്സ് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടെക് ടോക്സിൽ സംസാരിക്കാൻ പോകുന്നത് യൂസ്ഡ് ഐഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു നോർമൽ കസ്റ്റമറിന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആ ഫോൺ കിട്ടുമ്പോൾ ഫോണിൽ തന്നെ ജസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് നമുക്കൊരു യൂസ്ഡ് ഐഫോൺ കൈ കിട്ടുമ്പോൾ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് അതിൻ്റെ ഒരു ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ചുകളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചോ ക്രാക്സോ, അതാണ്. അതായത് ഫിസിക്കൽ അപ്പിയറൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നോക്കുക. അതിനുശേഷം നമ്മൾ ഫോൺ തുറന്നിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ജനറലിൽ പോകുമ്പോൾ അത് എത്ര GB ആണെന്നുള്ളത് ജനറലിൽ മെൻഷൻ ചെയ്യും. അത് iPhone 13 Pro. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ മെമ്മറി ഒക്കെ അതിൽ ജനറൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജനറലിൽ അതും അല്ലാണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പാർട്സോ ജെന്യൂൻ അല്ലാത്ത പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതും ജനറലിൽ മെൻഷൻ ചെയ്യും. പിന്നെ ഈ മോഡൽ നമ്പർ M തുടങ്ങുന്നത് കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ടുള്ള സാധനമാണ്. അതായത് M അല്ലാത്ത ചെറിയ മോഡൽസ് റീഫർബിഷ്ഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അത് നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ബാറ്ററി ഹെൽത്ത് ചാർജിങ്ങിൻ്റെ ആ ഒരു ഇതിൽ പോകുമ്പോൾ ബാറ്ററി ഹെൽത്ത് എത്ര റിമൈനിങ് എന്നുള്ളത് കാണിക്കും. പൊതുവേ ഒരു 90+ എന്നുള്ള നല്ല ബാറ്ററി ഹെൽത്ത് കണ്ടീഷനാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേൻ്റെ കാര്യം വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ ഈ ഒരു ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യുന്നത് ഒന്ന് അമർത്തിയാൽ അതിൻ്റെ അടിയിൽ 3 ട്രൂ ടോൺ അടക്കം വരും. അതായത് പൊതുവേ ഡിസ്പ്ലേ മാറ്റിയാൽ ട്രൂ ടോൺ ഉണ്ടാവില്ല, ഇത് 2 ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നോക്കാൻ പറ്റുന്നത്. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് വൈസ് നമുക്ക് ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ 4 കോണുകൾ ബാക്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ പെർഫെക്റ്റ് ടെക്നീഷ്യൻ ആണെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ ഗമ്മോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ 4 മൂലയും അതായത് ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു എഡ്ജസിൽ ചിലപ്പം ഗമ്മ് പുറത്ത് കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റ് ഇല്ലാത്ത രീതിയിലോ നമുക്ക് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതികളാണ് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി JCID വെച്ചിട്ടും പിന്നെ ഡിസ്പ്ലേ മാറ്റിയാലും ട്രൂ ടോൺ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിയൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി നിലവിലുണ്ട്. പക്ഷേ നമ്മളൊരു ബേസിക്കായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നോർമൽ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങാനേ പറ്റൂ. അപ്പോൾ മറ്റൊരു ടെക് ടോക്കുമായി വരുന്നവരെ ഗുഡ് ബൈ.